കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവരെന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ശിവ. സോറി അമല, അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ, ഏട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു? എന്താ ഏട്ടാ ഇത്? അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും അല്ല. അവരുടെ മനസ്സിലെ പ്രയാസം കൊണ്ട് അവരങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് നമ്മളും യഥാർത്ഥത്തിൽ കാരണക്കാരല്ലേ? സത്യത്തിൽ ഞാനല്ലേ അതിനെല്ലാം കാരണം. അവരൊക്കെ ഈ വീട്ടില് എനിക്ക് മുമ്പേ വന്നു കയറിയവര്. അവരോടൊപ്പം ഇനി ഞാൻ അങ്ങോട്ട് ജീവിക്കേണ്ടത്. അവരെന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എനിക്കൊരു പ്രയാസവും ഇല്ല ഏട്ടാ. നിന്റെ മനസ്സിന്റെ ഈ നന്മ അവള് കാണാതെ പോയല്ലോ മോളെ. സാരമില്ല, ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, ഇത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അല്ല. അങ്ങനെ ഏട്ടൻ കരുതുകയും വേണ്ട. അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രയാസം വന്നപ്പോ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞേ ഉള്ളൂ. ഏട്ടൻ എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. ഏട്ടൻ അവരൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞോളാം. ഞാൻ അമലയും കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ എങ്ങനെ ഇവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു സംശയമില്ല. ഈ വീട്ടിൽ വന്ന മരുമക്കളിൽ ഏറ്റവും മികച്ച ഒരാൾ ദേ ഈ അമലയാണ്. ഈ ക്ഷമയും ശാന്തതയും നിനക്ക് നല്ല കുടുംബജീവിതം തരും. ഞങ്ങളെല്ലാവരും എന്നും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ആരും മോളെ ഒന്നും പറയില്ല. അത് ഏട്ടൻ നോക്കിക്കോളാം. സന്തോഷമായില്ലേ? നിങ്ങളാരും ചെറിയ കുട്ടികളൊന്നുമല്ല. നിങ്ങളെ തല്ലി പഠിപ്പിക്കാനോ വഴക്ക് പറഞ്ഞ് നേരെയാക്കാനോ ഇനി പറ്റൂല. തിരിച്ചറിവും വിവേകവും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിത്തരാനും പറ്റില്ല. ഇത്രയും നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പരാജയമായി പോകുന്നേ. മായേ, വീട്ടിലുള്ളവർ വിചാരിക്കുമ്പോൾ മാത്രമല്ല, വന്നു കയറുന്നവരും കൂടി ആ വീട് തങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതുമ്പോഴാണ് ഏതൊരു വീട്ടിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങനെ കുറ്റവാളികളെ പോലെ എന്റെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കേണ്ടി വന്നത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അമലയെ ചോദ്യം ചെയ്യാനും ശാസിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു? താരേ, ഇടയ്ക്കൊക്കെ വിഡ്ഢിവേഷം കേട്ടാം. പക്ഷേ എപ്പോഴും അത് ചെയ്യുന്നത് നിനക്ക് തന്നെ അപമാനമാണ്. സ്ഥാനം കൊണ്ട് അമല നിങ്ങൾക്കൊക്കെ ആരാ? അമല നിങ്ങൾക്ക് ആരാണെന്ന്? ചെറിയമ്മയമ്മ ആണല്ലോ. ജ്യോതിയുടെ അതേ സ്ഥാനം തന്നെയാ ഈ വീട്ടിൽ അമലയ്ക്കുള്ളത്. താരയ്ക്ക് ഒരബദ്ധം പറ്റിയതാ. ഞങ്ങള് താരേച്ചയെ തടയാൻ നോക്കിയതാ. അപ്പോഴേക്കും താരേച്ച എന്തൊക്കെയോ പറഞ്ഞു. സോറി ഡിക്കെ. നാവിനെ നിയന്ത്രിക്കാൻ ശീലിച്ചില്ലെങ്കിൽ വാക്കുകൊണ്ട് മരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് താരയാ. സോറി ഡിക്കെ, താരയെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ആ MP വിഘ്നേശ്വറിന്റെ ആൾക്കാര് മായച്ചയും ബാലുനെയും തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അമല കാരണല്ലേ അതൊക്കെ സംഭവിച്ചത്? ആര് പറഞ്ഞു അമല കാരണമാണെന്ന്? ഞാനാണ് അമലയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ അനിയന്റെ ഭാര്യയാണ് അവള്. ഇനി മേലിൽ ഇതുപോലൊരു സംഭവം ആവർത്തിച്ചാൽ അതിന് ഉത്തരവാദികൾ ആരായാലും പിന്നെ അവർ ഈ വീട്ടിലുണ്ടാകില്ല. മനസ്സിലായല്ലോ? താരേച്ചി കാരണം ഞങ്ങൾക്കും കൂടി ചെയ്ത് കിട്ടി.
പ്രിയ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കാനില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. വണ്ടി എടുത്ത് മാറ്റ്. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? നീ എൻ്റെ ഭാര്യയല്ലേ? നമ്മുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതല്ലേ? എടി, നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ദേ, ഒരക്ഷരം മിണ്ടി പോകരുത്. ഇനി എന്തേലും പറഞ്ഞാ ഞാൻ ഇവിടുന്ന് കൂവി ബഹളം ഉണ്ടാക്കും. വണ്ടി എടുത്ത് മാറ്റടോ, എനിക്ക് പോണം. അങ്ങനെയൊക്കെ അങ്ങ് പോവല്ലേ, ഞാൻ പറയട്ടെടി. ദേ പ്രിയ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാൽ മതി. നീ എന്തിനാടി എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കാനാ? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാ? മാറിക്കേ, വഴിന്ന് മാറാ. ചേച്ചി, ദേ പ്രിയല്ലേ അത്? ആണല്ലോ, ആ കുട്ടിയാണല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മനസ്സിലാക്കാതെ. ഹലോ പ്രിയ, എന്താ ഇവിടെ? ഏതായി ഗടി? എന്തുട്ടാ നിങ്ങൾ കാണിക്കണേ? ഒരു പെൺകുട്ടിയോടാണോ ചേട്ടൻ ഗുണ്ടായിസം? ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? താൻ ആരായാലും എനിക്കെന്താ? എനിക്കൊരു ചുക്കുമില്ല. ഞാനേ ജയപ്രകാശനാ, ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ടാ. അതെ, പെൺകുട്ടികളെ വഴി തടയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാ. ഈ കുട്ടി ഒരു കേസ് കൊടുത്താലേ പിന്നെ കോടതി കയറി നിൽക്കേണ്ടി വരും. പോലീസുകാരനെ നിയമം പഠിപ്പിക്കാൻ പറ്റില്ല. എന്തുട്ടാ സാറേ ഇത്? ഒരു കാര്യമില്ല, റോഡിൽ കിടന്ന് ഇങ്ങനെ തല്ലുണ്ടാക്കാൻ നിനക്ക് നാണയില്ലേ? സാർ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ സാറേ, ഞാൻ പറയട്ടെ, വാ. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഞാനേ അഡ്വക്കേറ്റ് ജയപ്രകാശ. രാജീവിന്റെ കേസ് വാദിക്കുന്നതേ ഞാനാ. നിന്നെ ഞാൻ അകത്താക്കും. ആരാ മോളേത്? അതെന്റെ പിന്നാലെ നടക്കുന്നൊരു ശല്യമാ. ശരിക്കും ദുരന്തം. ചേച്ചി, ജയപ്രകാശിനെ ഒന്നെങ്കിൽ വിളിക്കോ? ആ ദുഷ്ടനോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. അതൊന്നും സാരില്ല, അതൊക്കെ അവൻ ശരിയാക്കിക്കോളും. അതുകൊണ്ടേ ഇനി കൂടുതൽ കളിക്കരുത് പ്രിയയുടെ അടുത്ത്. കളിച്ചു കഴിഞ്ഞാലേ നിന്നെ ഞാൻ അകത്താക്കും. അവളെ കെട്ടാൻ പോകുന്നതേ ഞാനാ. എന്താ ഇപ്പൊ നിനക്ക് സമാധാനായോ? വാ വാന്നേ. നിനക്ക് പുതിയ ബന്ധുക്കളൊക്കെ കിട്ടിയല്ലോ അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അല്ല, നിങ്ങൾ എവിടെ പോയിട്ട് വരുവോ? ഞങ്ങളെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ. അപ്പോ ഈ വഴി പോയാ എളുപ്പാണെന്ന് ഏതൊരു ഗടി പറഞ്ഞേ. എനിക്ക് ഈ കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടാണേ. ഈ ഉണ്ണിയപ്പം ചുട്ട് പഞ്ചസാരക്കെ ഇട്ട് ഗണപതിക്ക് മുന്നിൽ പൂവിച്ച് കിട്ടുന്നതല്ലേ, അസാധ്യ രുചിയാ. ഭയങ്കര ഇഷ്ടാ എനിക്കത്. അപ്പൊ പോകുന്ന വഴിക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഈ വഴി വന്നേ. ഇവിടെ വന്നപ്പോ ചേച്ചിക്ക് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴാ കുട്ടിയെ കണ്ടത്. അല്ല, ഇവിടെ അടുത്താണോ കുട്ടിയുടെ വീട്? അതെ, അടുത്താ. എന്താ വരുന്നോ? അയ്യോ, ഞാനില്ലേ, എന്നെ വിട്ടേക്ക്. പോട്ടെ മോളെ, ഞങ്ങൾക്ക് വേറൊരാളെ കാണാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം കൊട്ടാരക്കരയ്ക്ക് പോവാൻ. വാ മോനെ. വരുന്നു. അപ്പൊ കാണാട്ടോ. ഓ, വേണമെന്നില്ല. അങ്ങനെ പറയരുത്, നമ്മൾ കാണും.
ഹലോ, ആരും ഇല്ലേ ഇവിടെ? ഹലോ, ഏ? ആരാ? ആ? അയ്യോ, എന്നെ മനസ്സിലായില്ലയോ? ഞാൻ ചാണ്ടി, ഇട്ടിമല പൊട്ടംപറമ്പിൽ ചാണ്ടി. അങ്ങ് വാകത്താനത്താ എന്റെ വീട്. സൂപ്പർ സ്റ്റാർ ചാണ്ടി എന്ന് നാട്ടുകാർ വിളിക്കും. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? അല്ല കൊച്ച്, അതവിടെ നിക്കട്ടെ. തനിക്കിപ്പോ എന്താ വേണ്ട? അല്ല ഇത് തന്നെയല്ലയോ നമ്മുടെ സിനിമാ നടിയുടെ വീട്? മറ്റേ നമ്മുടെ ആ ഹിറ്റ്ലർ എന്ന് പേരുള്ള ആൾ. ആരുടെ ഹിറ്റ്ലർ? ഇനി ആ വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞോണ്ടല്ലോ. അയ്യോ എന്റെ പൊന്നു മോളെ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. ഞാൻ വഴി ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു തന്നതാ ഇതാണ് ഹിറ്റ്ലറുടെ വീടെന്ന്. ആ അങ്ങനെ ചോദിച്ചാ മതി, പെട്ടെന്ന് ഇങ്ങ് വരാമെന്ന്. നിങ്ങളിപ്പോ എന്തിനാ വന്നേ? അമലെ കാണാനാ? ആണെങ്കി അത് നടക്കത്തില്ല. അവൾക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ 50 ലക്ഷം വഴി കിടക്കുക. അയ്യോ ആണോ? എന്നിട്ട് ഇവിടെ വന്ന് നിക്കുന്നേ? ചെന്നത് വഴിന്നെടുത്ത് മാറ്റി വെക്കേട്ടാ. അല്ല പിന്നെ. അയ്യോ അതല്ല കൊച്ചേ, ഞാൻ പറഞ്ഞത് കൊച്ചിന് മനസ്സിലാവാഞ്ഞിട്ടാ. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി അഡ്വാൻസ് കൊടുത്തതും ഇറക്കിയതുമായ കാശിന്റെ കണക്കായത് 50 ലക്ഷം. പിന്നെ അവിടെ സെറ്റ് വർക്കും തുടങ്ങി, അതിന്റെ കാശ് വേറെ. പിന്നെ സ്ക്രിപ്റ്റ് എഴുതാനെന്നും പറഞ്ഞ ഒരുത്തനോടെ കൊണ്ടിരുത്തി. അവൻ തിന്നു മുടിച്ച് കളഞ്ഞത് ലക്ഷക്കണക്കിന് രൂപയാ. അതിന്റെ ഒന്നും കണക്കില്ല മോളെ. പിന്നെ ആ ഡയറക്ടർ ആണെങ്കിൽ കള്ളും കുടിച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരെയൊക്കെ ചീത്തയും വിളിക്കും. ക്യാമറാമാന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മോളിലേക്ക് മാനവും നോക്കിയിരിക്കുക. എന്നതാ കാര്യം? നായികയില്ല. ഞാൻ ഈ അമലക്കൊച്ചിന് അഡ്വാൻസും കൊടുത്തേച്ച് പോയതാ. ഒരു ദിവസം ആ കൊച്ചെന്റെ അക്കൗണ്ടിലേക്ക് ആ കാശങ്ങ് തിരിച്ചിട്ടു. ഞാൻ എന്നാ പറയാനാ മോളെ? ഈ കൊച്ചുണ്ടെങ്കിലേ ആ സിനിമ നടക്കത്തുള്ളൂ എന്ന് അവന്മാര് പറയുന്നത്. മോളെ, എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണം. ഞാൻ വേണേ മോളുടെ കാല് പിടിക്കാം. ഇവിടെ സിനിമ നടിയൊന്നുമില്ല. ഇവിടെ ഞങ്ങളുടെ അനിയത്തി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് സിനിമയിൽ അഭിനയിക്കാൻ ഇനി ആരും വരത്തുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പലിശയ്ക്ക് കടം വാങ്ങിയ കാശാ മോളെ. വേറൊരു പടത്തിന്റെ ഡയറക്ടർ തെണ്ടി എന്നെ ചതിച്ചിട്ട് പോയതാ. അയ്യോ സോറി മോളെ. നിങ്ങളുടെ വിഷമമൊന്നും പറയാനുള്ള സ്ഥലമല്ല ഇത്. ഇനി പറയണമെങ്കിൽ വല്ല പള്ളിയിലും പോയി പറയണം. എന്താ എന്താ കാര്യം? എന്താ? അയ്യടാ, ദാണ്ട നിൽക്കുന്നു നമ്മുടെ കൊച്ച്. എന്റെ പൊന്നു മോളെ, നീ എന്നാ പണിയായി കാണിച്ചേ? സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിന്നപ്പോഴല്ലേ മോളി ചതി ഞങ്ങളോട് ചെയ്തത്? അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കാശിന്റെ കണക്കും ഇവള് പറഞ്ഞു. അതൊക്കെ തിരിച്ച് അക്കൗണ്ടിൽ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ വേറെ ഏതെങ്കിലും നായിക വെച്ച് സിനിമ ചെയ്യുക. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ? മോനെ, മോൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരു മാസത്തേക്ക് ഈ കൊച്ചിനെ എനിക്കൊന്ന് വിട്ടു തരണം. എന്താ പറഞ്ഞേ? അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സിനിമയിൽ അഭിനയിക്കാൻ വിട്ടുതരണമെന്നാ പറഞ്ഞത്. മോളും കൂടി പോന്നോ? നല്ല വേഷം തരാം. നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചങ്ങ് പൊളിക്കാം. എന്ത് മിസ്റ്റർ ചാണ്ടിച്ചൻ? ആ എന്താ മോള് പറഞ്ഞോ? അതെ, നിങ്ങളുടെ സിനിമയിലെന്നല്ല ഒരു സിനിമയിലും ഇനി ഞാൻ അഭിനയിക്കുന്നില്ല. ഞാൻ അഭിനയം നിർത്തി. നിങ്ങളുടെ പണം തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. ഇനി മേലിൽ എന്നെ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്താൻ ഇവിടെ വരരുത്. മനസ്സിലായോ? ഇതെന്റെ ഭർത്താവിന്റെ കുടുംബം. ഇവിടെ സിനിമയില്ല. ഓക്കെ? അയ്യോ എന്റെ പൊന്നു മോളെ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ, എന്റെ ചങ്ക് പൊട്ടിപ്പോവേ. മോളെ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുവോ? തൊണ്ട വരളുന്നു. നിങ്ങളുടെ വലിയ അഭിനയൊന്നും ഇവിടെ വേണ്ട. നിങ്ങളോട് മനസ്സിലാവുന്ന ഭാഷയിലല്ലേ അമല പറഞ്ഞത് ഇനി സിനിമയിൽ അഭിനയിക്കാൻ വരുന്നില്ലാന്ന്? എന്റെ പൊന്നു മോളെ, ഈ ഇട്ടിമല പൊട്ടൻ ചാണ്ടിയോട്, അല്ല ഇട്ടിമല പൊട്ടംപറമ്പിൽ ചാണ്ടിയോട് ഇന്ന് വരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ എടോ പൊട്ടൻ ചാണ്ടി, ഇനി ഇവിടെ നിന്നൊരക്ഷരം മിണ്ടിയ തന്നെ ഞാൻ ചൂലെടുത്ത് അടിക്കും. മര്യാദയ്ക്ക് പോടോ. എടോ പോടോ. ആ ചൂലെവിടെ?
ഈ ജമ്മത്ത് നീ ഗുണം പിടിക്കത്തില്ല. ഞങ്ങളുടെയൊക്കെ ചോറിൽ മണ്ണം വാരിയിട്ടിട്ടാ നീ എവിടെയും കൊണ്ട് പോയത്. നിന്റെ ജീവിതം പണ്ടാരമടങ്ങി തൊലയൂടാ. താനിതൊരു പോയില്ലടോ. ഇറങ്ങടോ, ഇറങ്ങാൻ. നിന്റെ കയ്യിന് പിടിക്കും. ഇറങ്ങി പോടോ. നിന്നെ എടുത്തോളാം. പിന്നല്ല, ഒരു പൊട്ടൻ ചാണ്ടി വന്നിരിക്കുന്നു. ഇതുപോലുള്ളവന്മാരാ സിനിമ നശിപ്പിക്കുന്ന. എന്ത് സാധനം ഇത്? നീ ആ ചായ എടുത്ത് കുടിക്കേ. ആ സമയത്ത് ജയപ്രകാശ് അങ്ങനെയല്ലേ അയാളുടെ പേര്? അയാൾ എവിടെ നിന്ന് വന്നു? അതറിയില്ല ഏട്ടാ. മാനത്തിന്ന് പൊട്ടി വീണത് പോലെ അയാളും ചേച്ചി അവിടെ വന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവര് തമ്മിൽ ഒന്നും തള്ളൊക്കെ ആയി. അതുകൊണ്ടാ ഞാൻ ഈ കാര്യം ഏട്ടനോട് പറയാന്ന് വിചാരിച്ച. അത് നന്നായി. അവിനാശിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു പ്രകോപനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ് ഏട്ടൻ കേൾക്കണം. പറ. ഏട്ടൻ എന്ന വാക്ക് ഞാൻ പാലിക്കാം. പക്ഷേ അതിലേക്ക് എന്റെ മനസ്സിനൊന്ന് പരുവപ്പെടുത്തിയെടുക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതിനെന്താ, ഇഷ്ടം പോലെ സമയം തരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിന്റെ മനസ്സ് പാകപ്പെട്ടിട്ട് മതി നീ കല്യാണം കഴിക്കുന്നത്. പക്ഷേ അവര് നിന്നെ വന്നൊന്ന് കണ്ടിട്ട് പോകുന്നതിന് എന്താ കുഴപ്പം? ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണ് കണ്ടാൽ എത്ര നാൾ കഴിയും കല്യാണം കഴിക്കാൻ? ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം. നിനക്ക് ആവശ്യമുള്ള സമയം നീ എടുത്തോ. പക്ഷേ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് മാറരുത്. അവർ വന്ന് നിന്നെ ഒന്ന് കാണട്ടെ. നിനക്ക് താല്പര്യം തോന്നിയാൽ മാത്രം കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. ഏട്ടാ, എനിക്ക് പേടിയേട്ടാ. അവിനാശിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എപ്പോഴും പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. രാജീവിന്റെ കേസിൽ അവന് പരമാവധി ശിക്ഷ കിട്ടും. പിന്നെ നാളെ ആ വക്കീൽ വരുന്നുണ്ട്. ആ സമയത്ത് നീയും കൂടെ വരണം. എന്നാ ഞാൻ അറിഞ്ഞിട്ടേട്ടാ. നിന്നെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട ഏട്ടാ, ഞാൻ പൊയ്ക്കോളാം. പിന്നെ നാളെ അവർ വരും നിന്നെ കാണാൻ. അതിലും മാറ്റമൊന്നുമില്ല. നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രിയൻ. നിന്റെ കാര്യത്തില് ഏട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ചേച്ചിയുടെ ഭർത്താവിന് അതിനുള്ള അവകാശം ഇല്ല എന്നാണ് നീ പറയുന്നതെങ്കിൽ ഞാനത് ഏട്ടനോട് പറയാം. ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പെരുമാറിയിട്ടുണ്ടോ? മനുഷ്യന്മാരുടെ കാര്യമല്ലേ പ്രിയമോളെ. മനസ്സ് പറയുന്നത് മുമ്പും പിമ്പും ആലോചിക്കാതെ പെരുമാറുന്നവരാ ആളുകളിൽ പലരും. അത് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കുക കൂടിയില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നീ എടുത്തു ചാടി അവിനാശിന്റെ അടുത്ത് പോയി ഈ മണ്ടത്തരം കാണിച്ചതുകൊണ്ടല്ലേ ഇത് ഇത്രയ്ക്കങ്ങ് വഷളായത്. അതുകൊണ്ടല്ലേ ചേച്ചി ഏട്ടൻ അയാളെ വിട്ടത്. മോളെ, നിനക്ക് ഏട്ടനെ അറിഞ്ഞൂടാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഏട്ടനെ രക്ഷിക്കാൻ ഏട്ടനെ അറിഞ്ഞൂടെ, അല്ലാതെ നീ പോയിട്ട്. മോളെ, ഏട്ടൻ പറയുന്നത് നീ ഒന്ന് സമ്മതിക്ക്. ദേ, ആദ്യം അവര് നിന്നെ വന്നൊന്ന് കാണട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ തീരുമാനിക്കുന്നേ. വെറുത്തുപോയി ചേച്ചി. വിവാഹ ജീവിതം എന്ന ആഗ്രഹത്തിനെ പോലും ഞാൻ വെറുത്തുപോയി. എന്റെ മനസ്സ് മരവിച്ചിരിക്കുക.